റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുക്രൈൻ യുദ്ധത്തിൻ്റെ മധ്യസ്ഥ ചർച്ചകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവരം. യുക്രൈൻ സന്ദർശനത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും പ്രധാനമന്ത്രി സംസാരിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ത്യ ഒരു മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത്, അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പണ്ട് മുതലേ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതലേ നമ്മൾ ചേരിചേരാ നയത്തിൽ അറിയപ്പെടുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഷിഫ്റ്റ് ഉണ്ടായി. നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ കൂടെ പോയി. പിന്നീട് ഈ അടുത്ത കാലത്തായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലം മുതൽ അമേരിക്കയുമായിട്ട് നമുക്ക് കൂടുതൽ ബന്ധം വരുന്നു എന്നുള്ള ആരോപണമുണ്ടായി. ചൈന ഒരുപക്ഷെ ഇന്ത്യയിൽ സംഘർഷമുണ്ടാക്കിയതിൻ്റെ ഒരു കാരണം തന്നെ അമേരിക്കയായിട്ട് ഇന്ത്യ കൂടുതൽ അടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെങ്കിലും ഇപ്പോൾ ഒരു നടുവിൽ നിന്നുകൊണ്ട് റഷ്യയുമായിട്ടാണ് നമുക്ക് കൂടുതൽ അടുപ്പം. പക്ഷേ ഉക്രൈനിൽ വളരെ ഒരു അപ്രതീക്ഷിതമായ സന്ദർശനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തി. പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിൻ്റെ നടുവിൽ സ്പെഷ്യൽ ട്രെയിനിൽ സാഹസികമായി നടത്തിയൊരു യാത്രയായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയത്. ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു ചർച്ച. എന്തായാലും ഉക്രൈൻ സന്ദർശിച്ചതിൽ, അതുപോലെ പോളണ്ടും സന്ദർശിച്ചതിൽ അമേരിക്കക്കാരനായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ വലിയ സംതൃപ്തി പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന് വലിയൊരു പരാതി ഉണ്ടായിരുന്നു. 1.5 മാസം മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിക്കാൻ മോസ്കോയിൽ മോദി പോയതും അദ്ദേഹത്തെ ആലിംഗനം ചെയ്തതൊക്കെ ഉക്രൈനും അമേരിക്കയും വിമർശിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ശേഷമാണ് ഇപ്പോൾ ഒരു മധ്യസ്ഥ റോളിലേക്ക് ഇന്ത്യ വന്നിരിക്കുന്നത്. SKN അപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചർച്ച അമേരിക്കയുടെ പ്രസിഡന്റിനോട് സംസാരിച്ചതിന് ശേഷം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തി. ഒരുപക്ഷെ വ്ളാഡിമിർ പുടിനുമായി അടുത്ത കാലത്ത് ഈ മധ്യസ്ഥ ചർച്ച നടത്തുന്ന ലോക നേതാവാണ് നരേന്ദ്രമോദി. ഇതിനു മുമ്പ് ചൈന ഒരു നിർദ്ദേശവും വലിയൊരു സമാധാന പദ്ധതിയുമായി വന്നിരുന്നു. പക്ഷേ അത് റഷ്യ അംഗീകരിച്ചെങ്കിലും ഉക്രൈൻ അംഗീകരിച്ചില്ല. പക്ഷെ ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ 2.5 വർഷം കഴിഞ്ഞ് ഏതാണ്ട് 1000 ദിവസത്തോട് അടുക്കുകയാണ് യുദ്ധം. അപ്പോൾ ആ സമയത്ത് വളരെ റഷ്യയുടെ കെർസ്ക് മേഖലയിൽ കയറി ഏതാണ്ട് 1300 സ്ക്വയർ കിലോമീറ്റർ റഷ്യൻ മണ്ണ് പിടിച്ചടക്കിയിരിക്കുകയാണ് ഉക്രൈൻ. പക്ഷേ അതിന് വാശി എന്നോണം 30,000 വരുന്ന സേനയെ കുർസ്ക് മേഖലയിൽ മാത്രം അണിനിരത്തിയിരിക്കുന്നു റഷ്യ തിരിച്ചടിക്കുകയാണ്. 2ാം ദിവസവും SKN റഷ്യ വൻ ആക്രമണം നടത്തിയിരിക്കുന്നു. 15 നഗരങ്ങളിലാണ് ഉക്രൈൻ്റെ നഗരങ്ങളിൽ ഈ മണിക്കൂറുകളിലും റഷ്യയുടെ പോർ വിമാനങ്ങൾ തീ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്ത രീതിയിൽ റഷ്യ തിരിച്ചടിക്കുകയാണ്. പക്ഷേ അവർക്ക് 3 ആഴ്ച കഴിഞ്ഞിട്ടും ഉക്രൈൻ സേനയെ 10,000 ഉക്രൈൻ സേനയെ പിന്തള്ളാൻ കഴിയുന്നില്ല. അതിനുവേണ്ടിയാണ് 30,000 പേരെ പുതുതായിട്ടിട്ടിരിക്കുന്നത്. എന്തായാലും കിഴക്കൻ ഉക്രൈനിൽ റഷ്യൻ മുന്നേറ്റം തുടരുകയാണ്. പൊക്രോസ്ക് എന്ന തന്ത്രപ്രധാനമായ നഗരം പിടിക്കുന്നതിൻ്റെ അവസ്ഥയിലാണ്. പക്ഷേ ഈ ഉക്രൈൻ്റെ ഭീഷണിയെ നേരിടാൻ അവർ കൂടുതൽ റഷ്യയിലേക്ക് കയറിയാൽ ബെൽഗോറോദ് എന്ന തന്ത്രപ്രധാനമായ റഷ്യൻ നഗരം പിടിച്ചടക്കും ഉക്രൈൻ സേന. അത് തടയാനായിട്ട് അവർ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തെക്കൻ ഉക്രൈനിൽ യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന റഷ്യൻ സേനയെ പിൻവലിച്ച് അവർ കർസ്കിൽ റഷ്യൻ മണ്ണിൽ തന്നെ വിന്യസിച്ചിരിക്കുന്നു. റഷ്യ വല്ലാത്ത അങ്കലാപ്പിലാണ്. ഇതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ SKN ഈ മണിക്കൂറുകളിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു വല്ലാത്ത അപകടകരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയ്ക്ക്. അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത് വലിച്ചടക്കരുത്. നിങ്ങൾ കർസ്കിലെ ഉക്രൈൻ സേന കയറിയത് നിങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ്. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെ ചലഞ്ചർ ടാങ്കുകൾ, അമേരിക്കയുടെ ഹൈമാസ് മിസൈലുകൾ. പക്ഷേ ഇപ്പോഴും വ്ളാഡിമിർ സെലൻസ്കിയുടെ പരാതി SKN അവിടുത്തെ അറ്റക്കാംസ് എന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മിസൈലുകൾ അമേരിക്കയുടെ ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റോം ഷാഡോ എന്ന ബ്രിട്ടൻ്റെ ഏറ്റവും അത്യാധുനികമായ മിസൈലുകളുണ്ട്, അത് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടില്ല. അതുകൂടി നൽകിയാൽ റഷ്യൻ മണ്ണിലേക്ക് കൂടുതൽ കയറാൻ പറ്റും, റഷ്യ കീഴടങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബറിൽ വിജയിക്കുന്നൊരു പദ്ധതി കൂടി ജോ ബൈഡന് സമർപ്പിച്ചിട്ടുണ്ട് വ്ളാഡിമിർ സെലൻസ്കി. SKN. ഓക്കെ പി ജെയിംസ്, മറ്റൊരു കാര്യം, ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഗസയിലെ തുരങ്കത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ഇസ്രയേൽ അറബ് വംശജനെ ഇസ്രയേൽ രക്ഷപ്പെടുത്തിയെന്ന് വാർത്ത വരുന്നു. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? SKN ഈ പല തവണ യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് 11 മാസത്തോട് അടുക്കുകയാണ്. അതിനിടയിൽ ഇവർ തുരങ്കങ്ങളിൽ ഈ ഇസ്രായേലി ബന്ദികളെ, ഇത് പ്രത്യേകിച്ച് ഒക്ടോബർ 7-ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചെങ്കിലും ഇതുവരെ തുരങ്കത്തിൽ നിന്ന് ആരെയും മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലതവണ 100 തുരങ്കങ്ങൾ തകർത്തുവെന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ലൈവായിട്ടുള്ള ഇത് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച്
ഈ ഇസ്രായേലിൽ അറബ് വംശജരുണ്ട്. ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ബദോവിൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 2.5 ലക്ഷം മുസ്ലിം ആൾക്കാരുണ്ട് അവിടുത്തെ ഇസ്രായേലി പൗരന്മാരായിട്ട്. അവരിൽ ഒരാളാണ് ഫർഹാൻ അൽ-ഖാദി. ഫർഹാൻ അൽ-ഖാദി എന്ന ഇസ്രായേലി പൗരനെയാണ് മോചിപ്പിച്ചത്. അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയാണ്, അവിടുത്തെ അറബ് വംശജനാണ്. വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ബദാവിൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളെയാണ് മോചിപ്പിച്ചിട്ടുള്ളത്. 8 പേരെ ഇതിനകം ബന്ദികളെ മോചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ടണലിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ബന്ദിയെ മോചിപ്പിക്കുന്നത്. ഈ ഇസ്രായേൽ സേന അവിടേക്ക് ഇരച്ചു ചെന്നപ്പോൾ ഇവരെ തടവുകാരായി വെച്ചിരുന്ന ഹമാസിൻ്റെ ആൾക്കാർ ഓടിപ്പോയി എന്നാണ് പറയുന്നത്. എന്തായാലും ഇയാളെ മോചിപ്പിച്ചു, അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. അവരുടെ കുടുംബം, അതുപോലെ തന്നെ ഇസ്രായേലെ ബന്ദികൾക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തിയവരൊക്കെ വലിയ രീതിയിൽ അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും യുദ്ധം കൂടുതൽ ശക്തമാവുകയാണ്. ഇസ്രായേൽ പിൻവാങ്ങുന്നില്ല. അവർ ഗസയിലെ തെക്കൻ ഗസയിലും മധ്യ ഗസയിലും വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലിൽ ബന്ദികൾ ഏതാണ്ട് 108 ബന്ദികൾ കൂടി ഹമാസിൻ്റെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യം നിരന്തരമായി ഉന്നയിക്കുകയും അത് ഖത്തർ, ഈജിപ്റ്റ്, അമേരിക്ക അടങ്ങുന്ന ചർച്ചകൾ ഇപ്പോഴും കെയ്റോയിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ ഉണ്ടാവും മാത്രമല്ല ഇസ്രായേൽ സേന പൂർണ്ണമായി ഗസയിൽ നിന്ന് പിന്മാറാതെ ബന്ദികളെ വിടില്ല എന്നുള്ള നിർബന്ധത്തിൽ തന്നെ നിൽക്കുകയാണ് ഹമാസ്. അതേസമയം ഹമാസ് കീഴടങ്ങാതെ യുദ്ധം അവസാനിക്കില്ലെന്ന് ഇസ്രായേൽ സേനയും പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവും പിടിവാശിയിലാണ്. ഈ പ്രശ്നങ്ങൾ ഈ തരത്തിൽ പോയാൽ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത അകലെയാണ്. ഓക്കെ, താങ്ക് യു വി ജെയിംസ്. ഇനി നമുക്ക് നാളെ കാണാം.